ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ, ശക്തിയോടെ. ഹല്ലേലൂയ. ദയവായിട്ട് ഇരുന്നാട്ട് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വാക്യം 9-ാം അധ്യായം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും അവസാനത്തെ ഒരു പോയിൻ്റ് ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി ലാസ്റ്റ് പോയിന്റിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ ചിന്തിച്ചു, ആ പോയിൻ്റിലൂടെ പറഞ്ഞു തീർക്കാമെന്ന് ചിന്തിച്ചെങ്കിലും സാധ്യമായില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വീണ്ടും എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് മടങ്ങി വന്നാട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് നമ്പർ 27 and 28. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കാം. എല്ലാവരും ബൈബിളെന്ന് തുറന്നാട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 9 9-ാം അധ്യായം 27-28 വാക്യം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ മരിക്കുകയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലത്തെ ക്ലാസ്സിൽ നിങ്ങളായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ. വളരെ സുപരിതമായ വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. എങ്കിലും ഒരല്പം ദൈവം തരുന്ന കൃപയിൽ നിന്നുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവമക്കളായിരിക്കാൻ കർത്താവ് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കർത്താവായ യേശു ദ പെർഫെക്റ്റ് സാക്രിഫൈസ് എന്നുള്ള ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് 9-ാം അധ്യായം 23 വാക്യങ്ങൾ നമ്മൾ താഴോട്ട് പഠിക്കുന്നത്. ക്രൈസ്റ്റ് ദ പെർഫെക്റ്റ് സാക്രിഫൈസ്. അതിലൊന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗം പെർഫെക്റ്റ് ആകുവാനുള്ള ഒരു കാരണം പറഞ്ഞത്, അന്ന് ദൈവം ഈ ഭൂമിയിൽ പടുത്തുയർത്തുമായിരിക്കുന്ന സമാഗമന കൂടാരം ശുദ്ധീകരിപ്പാൻ ദൈവം അതിന് വെച്ച മാർഗമായിരുന്നു യാഗം. എന്നാൽ കർത്താവ് സ്വർഗത്തിലുള്ളവയ്ക്ക് ഇതിനേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യമായിരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അത് ചെയ്യുവാനിടയായിട്ട്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്വർഗീയമായവയ്ക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണോ, എന്താണ് ആ വിഷയം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുവാനിടയായിട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുന്നില്ല. അതിൽ കൂടെ ഞാൻ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ച ഭാഗമെന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, യേശു ക്രിസ്തുവിൻ്റെ യാഗം സ്വർഗീയമായതിനെ ശുദ്ധീകരിപ്പാൻ ശക്തമായിരുന്നു. സ്വർഗീയമായതിനെ, സ്വർഗത്തിൽ ഉള്ളവയെ ശുദ്ധീകരിപ്പാൻ യേശുവിൻ്റെ രക്തം ശക്തമായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിട്ടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ 4 പ്രത്യേകതകളെയാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കി ഇറ്റ്സ് എ ഫിനിഷ്ഡ് സാക്രിഫൈസ്. 2, നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. 3, നമ്മൾ കണ്ടത് അത് പെർഫെക്റ്റ് വർക്കാണ്. 4, നമ്മൾ കണ്ടത് ഇറ്റ്സ് പേഴ്സണൽ സാക്രിഫൈസ്. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ അന്യ മൃഗത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു മൃഗത്തിൻ്റെ രക്തവും എടുത്ത് വിശുദ്ധ ആലയത്തിലേക്ക് കടക്കുന്നത് പോലെ അല്ല കർത്താവായ യേശു ക്രിസ്തു കടന്നത്. യേശു സ്വന്തം രക്തമെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. അപ്പോൾ സ്വന്തം രക്തം കൊണ്ട് അവിടേക്ക് കടക്കുവാനായിട്ടിടയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഷാർജയിൽ ഞാൻ സംസാരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ എന്താണ് ഒരു ആടിൻ്റെ രക്തവും എടുത്തുകൊണ്ട് കടന്നു പോകുമ്പോൾ എന്താണ് ഒരു മരണത്തിൻ്റെ വേദന എന്നുള്ളത് ഈ മഹാപുരോഹിതനോ യാഗം കഴിക്കുന്ന ഒരു വ്യക്തിക്കോ മനസ്സിലാകത്തില്ല. എന്നാൽ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം ചിന്തിയപ്പോൾ, സ്വന്തം രക്തമായിട്ട് ഒരു യാഗം കഴിക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ ആ യാഗത്തിൻ്റെ വില എന്തെന്ന്, വേദന എന്തെന്ന് കർത്താവ് നന്നായിട്ട് മനസ്സിലാക്കി. വല്ലവരുടെയും അനുഭവങ്ങൾ കേട്ട് നമുക്ക് പറയുവാനായിട്ട് എളുപ്പമുണ്ട്, അതും നാമുമായിട്ടൊരു ബന്ധവുമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങൾ, നമ്മൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ കൂടെ ചിലത് നമ്മൾ നേടുമ്പോൾ അതിന് ഒരു വിലയുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. കർത്താവായ യേശു ക്രിസ്തു സ്വന്തം യാഗവുമായിട്ട് സ്വന്തമായിട്ടാണോ യാഗമായി തീർന്നത്? ആ യാഗത്തിൻ്റെ തീഷ്ണത എനിക്കോ നിങ്ങൾക്കോ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ 3 കാര്യങ്ങൾ അടക്കപ്പെട്ടിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം എന്ന് പറയുന്നത്, ഒന്ന്, പബ്ലിക്കലി റിവീൽഡ് ചെയ്യപ്പെട്ട കഷ്ടാനുഭവത്തിൽ കൂടെ യേശു കടന്നുപോയി. എന്നാൽ ഭാഗീയമായിട്ട് വെളിപ്പെടുന്ന കഷ്ടാനുഭവത്തിൽ കൂടെ കർത്താവ് കടന്നുപോയി. 3,
ഒട്ടും തന്നെ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത കഷ്ടാനുഭവത്തിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയി. എനിക്ക് തോന്നുന്നു നമ്മൾ ചില നാളുകൾക്ക് മുമ്പ് ഈ 3 വിഷയങ്ങൾ നമ്മളെടുത്ത് പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ പഠിച്ചത് ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ തീഷ്ണത എന്തെന്ന് മനസ്സിലാക്കുവാൻ മറ്റാർക്കും സാധ്യമല്ല. എനിക്കും നിങ്ങൾക്കും ഒരു പരിധിവരെ അല്ലാതെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. എന്നാൽ അതിൻ്റെ പെർഫെക്റ്റ് പൂർണ്ണമായിരിക്കുന്ന വില എന്തെന്ന് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നത് അരമരക്ഷിതാവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. കാരണം യേശുവാണോ ജീവനെ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. മൂന്നാമത് നമ്മൾ കണ്ടത് കർത്താവായ ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗത്തിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3 അപ്പിയറൻസ്, 3 പ്രത്യക്ഷതയെ നമ്മൾ കണ്ടു. ഒന്ന്, ഓൾറെഡി അവൻ പ്രത്യക്ഷപ്പെട്ടു. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. എന്തിനു വേണ്ടി പ്രത്യക്ഷപ്പെട്ടു? പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. 2, ഇപ്പോൾ അവൻ പ്രത്യക്ഷനായിരിക്കുന്നു. എവിടെ? സ്വർഗ്ഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത്. എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും പക്ഷപാതം വഹിപ്പാൻ വേണ്ടി അവൻ പ്രത്യക്ഷനായിരിക്കുന്നു. 3, ഇനി അവൻ പ്രത്യക്ഷനാകും. എന്തിനു വേണ്ടി അവൻ പ്രത്യക്ഷനാകും? പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് അവൻ പ്രത്യക്ഷനാകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചത് നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ എന്ത് പ്രത്യേകതയുള്ളവരായിരിക്കണം, എന്തായിരിക്കണം അവരുടെ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വം പറഞ്ഞാട്ട് ശക്തിയോടെ 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 ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് നോട്ട് ചെയ്താട്ട്. ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ഗാഡ്, ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ഗാഡ് കൺസേണിങ് മാൻ. മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റ്, ദൈവത്തിൻ്റെ നിശ്ചയം. അതോടൊപ്പം തന്നെ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ഗാഡ് കൺസേണിങ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടിയുള്ള യേശു ക്രിസ്തുമാരുടെ ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെതായിരിക്കുന്ന നിയമനം. ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ 2 കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ദൈവം പ്രീഡിസ്റ്റൈൻഡ്, മുന്നമേ നിശ്ചയിച്ചു. 2, ദൈവം ഫോർനോൺ. ഈ 2 വേർഡ് നോട്ട് ചെയ്താട്ട്. ഒന്ന് പ്രീഡിസ്റ്റൈൻഡ്, മുന്നമേ നിയമിച്ചു. 2 ഫോർനോൺ, മുന്നറിഞ്ഞു. ദൈവത്തിൻ്റെ 2 ക്യാരക്ടറെയാണ് നമ്മളവിടെ കാണുന്നത്. ഒന്ന് ദൈവം പ്രീഡിസ്റ്റൈൻഡ്, മുന്നമേ നിയമിച്ചു. ദൈവത്തിൻ്റെ മുൻ നിയമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആകാശം ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ നിയമത്തിനോ മാറ്റം വരികയില്ല. ദൈവം അത് പ്രീഡിസ്റ്റൈൻഡ്, ദൈവം മുന്നമേ നിശ്ചയിച്ച കാര്യമാണ്. ആ നിശ്ചയിച്ചതിന് ഒരിക്കൽ പോലും ഒരു മാറ്റം വരുത്തുവാൻ സാധ്യമല്ല. എത്രയെല്ലാം മനുഷ്യൻ കിടന്നു ദൈവത്തിൻ്റെ പാദങ്ങൾ നിലവിളിച്ചാലും, എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യൻ ചെയ്താലും ദൈവം നിശ്ചയിച്ചതിനെ മനുഷ്യന് മാറ്റുവാനായിട്ട് സാധ്യമല്ല. ദൈവം പ്രീഡിസ്റ്റൈൻഡ്, മുന്നമേ നിയമിച്ചതിനോ ഒരിക്കൽ പോലും ഒരു മാറ്റം വരികയില്ല. ദൈവം മുന്നമേ നിശ്ചയിച്ചതാണ് ലോകസ്ഥാപനത്തിങ്കൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. ഇറ്റ്സ് പ്രീഡിസ്റ്റൈൻഡ്. ദൈവം നിശ്ചയിച്ചതായിരിക്കുന്ന മറ്റ് പല കാര്യങ്ങളുണ്ട്. ഈ ലോകം ഇങ്ങനെ പോകണമെന്നുള്ളത് ദൈവം നിശ്ചയിച്ച കാര്യമാണ്. ദൈവം അതെല്ലാം വളരെ മനോഹരമായിട്ട് ദൈവം ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവത്തിന് മുന്നറിവിലൂടെ നമ്മളത് മനസ്സിലാക്കണം. ഹി ഫോർനോൺ. ദൈവം എന്താ മുന്നറിഞ്ഞത്? തുടക്കത്തിൽ തന്നെ എൻ്റെ എൻഡ് എന്താണെന്നോ ദൈവം മുന്നമേ അറിഞ്ഞു. യേശാവിനെക്കുറിച്ച് ദൈവം യേശാവ് ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ യേശാവിനെ തള്ളി യാക്കോബിനെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം യേശാവ് എന്തെന്നുള്ളത് ദൈവം മുന്നറിഞ്ഞു. യേശാവ് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് മുന്നറിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ മുന്നറിവ്, ആ മുന്നറിവ് അതിനനുസരണമായിട്ട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണുവാൻ സാധിക്കും. മനസ്സിലാകുന്നവരുടെ കരങ്ങൾ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ദൈവം മുന്നമേ അറിഞ്ഞു. ദൈവം മുന്നേ അറിഞ്ഞതല്ല ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം. ദൈവത്തിൻ്റെ നിയമനമാണ്. ദൈവം ചിലത് നിയമിക്കുവാനായിട്ടിടയായിത്തീർന്നു. മനുഷ്യനെക്കുറിച്ച് ദൈവത്തിന് നിയമനമുണ്ട്. ദൈവത്തിൻ്റെ ആ നിയമനം വിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ആർക്കും സാധ്യമല്ല. എന്താണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയമനം? 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന് പറയുന്നു, ഒരിക്കൽ മരിക്കുകയും, വൺസ് ഡൈ. മരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമനമാണ്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും മരിക്കേണ്ടത് ആവശ്യമാണ്.
പിന്നീട് സെക്കൻഡ് അതിനെ ഫോളോസ്. എന്തിനെ ഫോളോ ചെയ്യുന്നു? ഫോളോസ് അവിടെ പറയുന്നത് പിന്നെ ന്യായവിധിയും എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ന്യായവിധി, ജഡ്ജ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണം. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ശിക്ഷാവിധിയെക്കുറിച്ചല്ല ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഒരു കൂട്ടം ആൾക്കാർക്ക് ശിക്ഷാവിധി ഉള്ളപ്പോൾ മറുകൂട്ടം ആൾക്കാർക്ക് ഈ ജഡ്ജ്മെൻ്റ് ന്യായവിധി മുഖാന്തരമായിട്ട് പ്രതിഫലം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. രണ്ട് കൂട്ടം ന്യായവിധിയെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമ്മളിവിടെ നിൽക്കട്ടെ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു ഒരിക്കൽ മരിക്കണം. മനുഷ്യനെ കുറിച്ച് ദൈവം നിയമിച്ച ദൈവത്തിൻ്റെ നിയമനമാണ് മരണമെന്ന് പറയുന്നത്. മനുഷ്യന് അത് മാറ്റുവാൻ സാധ്യമല്ല. ഈ ലോകത്തിൽ ജീവിച്ച സകല മനുഷ്യനും മരിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് മരണം സംഭവിച്ചു. വായിച്ചോട്ട് റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 12. റോമർ 5:12. നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് മരിക്കുവാൻ കാരണമായി തീർന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിനെ ആക്കിയപ്പോൾ തന്നെ ദൈവം കൊടുത്തൊരു വ്യവസ്ഥയായിരുന്നു. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മ വൃക്ഷത്തെ കുറിച്ചുള്ള ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം ഒരു കൽപ്പന കൊടുത്തതാണ്. ഈ കൽപ്പന അവർ ലംഘിച്ചത് മുഖാന്തരമായിട്ട് മാനവജാതി മുഴുവൻ പാപത്തിൻ കീഴിലായിത്തീർന്നു. അതോടൊപ്പം തന്നെ പാപത്തിൻ്റെ ഫലമായിരിക്കുന്ന മരണത്തിനോ അവൻ കാരണമായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, മരണം ജീവിതത്തിൽ കടന്നു വന്നത് പാപം മുഖാന്തരമായിട്ടാണ്. എന്താ ദൈവത്തിൻ്റെ തിരുവചനം റോമർ 6:23 പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. എടുക്കേണ്ട കാര്യമില്ല. ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അപ്പോൾ പാപം ചെയ്തതുകൊണ്ട് അവർ മരിക്കേണ്ടതായിട്ട് ആവശ്യമായിരുന്നു. എന്നാൽ ആദാമിൽ കൂടെ എല്ലാ മാനവജാതിയും മരിക്കേണ്ടതായതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു മനുഷ്യനെ കുറിച്ച് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ഈ മരണം എന്നുള്ളത്. സുനിശ്ചിതമാണ്. മരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു കാര്യമാണ്. ഒന്ന് വായിച്ചാണ് നമ്മൾ എടുത്തുമായിരിക്കുന്ന എക്ലിയാസ്റ്റിക് സഭാപ്രസംഗിയിലേക്ക് കടന്നു വന്നാട്ട് 8-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരുടെ മേലും മരണത്തിന് അധികാരമുണ്ട്. എന്തുകൊണ്ട് മരണത്തിന് അധികാരമുണ്ട്? ഉൽപ്പത്തി 3:19 ആ വാക്യപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് നീ തിരികെ ചേരും. ദൈവം കൽപ്പിച്ചതായിരിക്കും, ദൈവം കൊടുത്തതായിരിക്കുന്ന ഒരു കൽപ്പനയായിരുന്നു അത്. മനുഷ്യനെ ദൈവം പൊടിയിൽ നിന്ന് എടുത്തതുകൊണ്ട് മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഈ ലോകത്തിൽ ആര് ജീവിച്ചിട്ടുണ്ടോ, ആര് ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ടോ, ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം, എല്ലാവർക്കും ഒരു മരണം ദൈവം വെച്ചിട്ടുണ്ട്. എല്ലാവരും മരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കുവാനായിട്ട് സാധിക്കും. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 കൂട്ടം ആൾക്കാർ മരണം കാണാതെ മാറ്റപ്പെടുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്കറിയാം ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടു. 2, ഏലിയാവ് ദൈവത്തോടുകൂടെ നടന്നു, ഏലിയാവിനെ ദൈവം എടുത്തു. 3-ാമത്തെ കൂട്ടരെന്ന് പറയുന്നത് കർത്താവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ സഭ ഒരുക്കപ്പെട്ട് ജീവനോടെ ഇരിക്കുന്ന സഭ, വിശുദ്ധിയിൽ തന്നത്തെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭ, അവർ മരണം കാണാതെ അവരെടുക്കപ്പെടുകയാണ്. അപ്പോൾ 3 കൂട്ടം ആൾക്കാർ ഈ ലോകത്തിൽ മരണം കാണാതെ എടുക്കപ്പെടും. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ്, 3 കൂട്ടം ആൾക്കാർ ഈ ലോകത്തിൽ മരണം കാണാതെ എടുക്കപ്പെട്ടു. 1, ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. 2, ഏലിയാവ് മരണം കാണാതെ എടുക്കപ്പെട്ടു. 3-ാമത്തത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ടവരുടെ ഗണം, മരിച്ചുപോയ ഒരു ഗണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഗണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ 3 കൂട്ടർക്ക് മരണമില്ലേ? മരണത്തിന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു ഒരിക്കൽ മരിക്കണം എന്നുള്ളത് ആവശ്യമാണെങ്കിൽ എല്ലാവരും മരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ മുൻനിശ്ചയത്തെ ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു മനുഷ്യനും മാറ്റുവാൻ സാധ്യമല്ല. ഏതെല്ലാം രീതിയിൽ നോക്കിയാലും ദൈവത്തിന് ഒരു ഓൾട്രേഷൻ അതിനകത്ത് ചെയ്യുവാൻ സാധ്യമല്ല. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്, ദൈവത്തിന് ഒരു ഓൾട്രേഷൻ ചെയ്യണമായിരുന്നു എങ്കിൽ ദൈവത്തിന് തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ
ലോകത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുവാൻ കാരണം പാപം ഇല്ലാത്ത ഒന്നോ പാപിക്ക് വേണ്ടി മരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ശ്രദ്ധിക്കണം പദവേർഡ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് ആ നിയമത്തെ ഒന്ന് മാറ്റുവാനായിരുന്നുവെങ്കിൽ ദൈവത്തിന് തൻ്റെ സ്വന്തം പുത്രനെ കൊടുക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ശ്രദ്ധിച്ചോണേ, ദൈവം സ്വന്തം പുത്രനെ തന്നു എന്നുള്ളത് ഒരു തെളിവ് ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് അക്ഷരം പ്രതി ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എന്തെല്ലാം ആരെല്ലാം ഏതെല്ലാം രീതിയിൽ മാറ്റിയാലും, ഏതെല്ലാം വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റിമറിച്ചാലും ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ ദൈവം ഒരിക്കലും മാറിപ്പോകത്തില്ല. ദൈവം വചനം വെച്ചുകൊണ്ട് തന്നെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണോ? വചനം വെച്ചുകൊണ്ട് തന്നെ ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ടേച്ച് ദൈവത്തിന് മാറുവാൻ സാധ്യമല്ല. ഇതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുവാൻ ഒരു പഴുതില്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഇതിനകത്തൊരു വലിയ അനുഗ്രഹം കൂടെ ഉണ്ട്. എന്താ അനുഗ്രഹം എന്നറിയാമോ? റോമലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം, വേഴ്സ് 32. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണ ഈ വാക്യം വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്താലും യാതൊരു തെറ്റുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണത്. ചാപ്റ്റർ 8 വേഴ്സ് 32. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ വാക്യം ഒന്ന് വായിക്കുവാൻ പോകുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്തം അതിനകത്ത് ഒളിഞ്ഞു കിടക്കുക. എന്താ അവിടെ പറയുന്നത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഭക്തിക്ക് വേണ്ടതും എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടതും മുഴുവൻ ദൈവം എന്ത് ചെയ്തിരിക്കുക? ദാനം തന്നിരിക്കുക. അതിൻ്റെ തെളിവെന്തവാ? സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി തന്നുവെന്നുള്ളത്. ദൈവത്തിൻ്റെ വചനം മാറത്തില്ല എന്ന് പറയുന്നതിന് കാരണം ദൈവം അതിൻ്റെ വ്യക്തമായ തെളിവാണ് ദൈവം തൻ്റെ പുത്രനെ തന്നുവെന്നുള്ളത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയവും ഭൗതികമായിരിക്കുന്ന വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ തരുവാൻ മടിക്കാഞ്ഞത് കൊണ്ട് ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്, സകലതും അവനോടുകൂടെ നൽകി തരുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ആത്മീയമായിട്ട് നമ്മെ അനുഗ്രഹിപ്പാൻ അവർ മനസ്സുണ്ട്, ഭൗതികമായിട്ട് അനുഗ്രഹിപ്പാൻ അവർ മനസ്സുണ്ട്, എൻ്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്രകാരം കണ്ണുനീരിൽ കിടന്ന് മുൻപോട്ട് പോകുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഇതിൽ നിന്നൊരു വലിയ മാറ്റം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താ ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഒരിക്കൽ മരണം. എന്നാൽ എന്ത് സംഭവിച്ചു? ഈ പ്രിയപ്പെട്ടവർ മരണം കാണാതെ മാറ്റപ്പെട്ടുവെങ്കിൽ ആ ദൈവത്തിൻ്റെ വ്യവസ്ഥ മാറിപ്പോയോ? ഇല്ല, ദൈവത്തിൻ്റെ വ്യവസ്ഥ മാറിപ്പോയില്ല. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥ മാറിപ്പോയില്ല? ഇവരാരും മരണം കാണാതെ എടുക്കപ്പെട്ടവരല്ലേ, ഇനി എടുക്കപ്പെടുവാൻ പോകുന്നവരല്ലേ? എന്നാൽ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? ഈ പറയുന്ന കൂട്ടർക്കും ഒരു മരണം ഓൾറെഡി സംഭവിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പറയുന്നവർക്കും ഞാൻ ഈ പറഞ്ഞു വന്നവർക്കും ഒരു മരണം സംഭവിച്ചവരാണ്. എന്താണ് ഈ മരണം സംഭവിച്ചു എന്ന് പറയുന്നത്? ഒരു വേർഡിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താം. വായിച്ചാട്ട് ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 20. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്രൂശീകരണം സംഭവിച്ചു. ആരാണ് ഇവിടെ ക്രൂശിക്കപ്പെട്ടത്? നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു മരണം സംഭവിച്ചു. നിങ്ങൾക്കറിയാം, ആരെ അടക്കുന്നത്? ജീവിച്ചിരിക്കുന്നവരെ അടക്കിയാൽ അത് കൊലപാതകത്തിന് കുറ്റക്കാരാ. എന്നാൽ മരിച്ചവരെ അടക്കിയെങ്കിൽ മാത്രമേ അത് ന്യായമായി പോവുകയുള്ളൂ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അടക്കം നടന്നുവെങ്കിൽ എന്താണ് അടക്കേണ്ടത്? എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചത്, എൻ്റെ പഴയ മനുഷ്യന് ഒരു മരണം സംഭവിച്ചു. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ആനോക്കിൻ്റെയും ഏലിയാവിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ പഴയ മനുഷ്യൻ മരിച്ചു. നിങ്ങൾ ചോദിക്കാം, പാസ്റ്ററെ എങ്ങനെ, എവിടുന്ന വേദപുസ്തകത്തിൽ തെളിവുണ്ടോ? ഉണ്ട്. തെളിവെന്ന് പറയുന്നത് അവർ മരിച്ചത് കൊണ്ടാണ് ദൈവത്തോടുകൂടെ നടക്കുവാനിടയായിത്തീർന്നത്. അവർ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവത്തോടുകൂടെ നടക്കുവാൻ സാധ്യമല്ല. കാരണം ലോകം
ദൈവത്തിന് എതിരായിരിക്കുമ്പോൾ, ജഡം ദൈവത്തിന് എതിരായിരിക്കുമ്പോൾ, ഇതിനെ രണ്ടിനെയും വേണ്ടെന്ന് വെച്ച് ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ അവക്ക് മുൻപാകെ ലോകം മരിക്കപ്പെട്ടിരിക്കണം, അവക്ക് മുൻപാകെ അവരുടെ ജഡം മരിക്കപ്പെട്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു മരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണം, വേദപുസ്തകം മരണമെന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 മരണങ്ങളെ വേദപുസ്തകത്തിൽ കൂടെ കാണുവാൻ സാധിക്കും. 3 വ്യത്യസ്തമാർഗിക മരണം. പെട്ടെന്ന് നോട്ട് ചെയ്താട്ടോ. 1 സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണം. 2 ഫിസിക്കൽ ഡെത്ത്, ശാരീരിക മരണം. 3 ഇറ്റേണൽ ഡെത്ത് അല്ലെങ്കിൽ സെക്കൻഡ് ഡെത്ത്, 2ാം മരണം അല്ലെങ്കിൽ നിത്യമരണം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 3 വ്യത്യസ്തമാർഗിക മരണത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. 1 മറ്റൊന്നിന് വഴിമാറിക്കൊടുക്കുക. 1 സംഭവിച്ചുവെങ്കിൽ അടുത്തതിലേക്ക് നടക്കുക. എന്താ നിങ്ങൾ മനസ്സിലാക്കണം? ആദം ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ ആദമിന് ഒരു ഫിസിക്കൽ ഡെത്ത് ഉണ്ടായിരുന്നില്ല, ഒരു ശാരീരിക മരണം ഉണ്ടായില്ല. പക്ഷേ ആദമിൻ്റെ ആത്മാവ് മരിച്ചു. ദൈവമായിരിക്കുന്ന ബന്ധം നിങ്ങൾ മനസ്സിലാക്കണം. മരണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ എൻഡ് ഓഫ് എനിത്തിങ്. ഒന്നിൻ്റെയും അവസാനമല്ല മരണമെന്ന് പറയുന്നത്. മരണമെന്ന് പറയുന്നത് ദൈവം വെച്ച വ്യവസ്ഥയിൽ നിന്നുള്ള വേർപാടാണ് മരണം. ഒന്ന് നോട്ട് ചെയ്താട്ട്, ദൈവം വെച്ച വ്യവസ്ഥയുള്ള വേർപാട്, സൃഷ്ടിച്ചതായിരിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ വ്യവസ്ഥയിൽ നിന്നുള്ള വേർപാട് എന്ന് പറഞ്ഞാൽ, ആത്മീയ മരണം എന്ന് പറയുന്നത് ആത്മാവ് ദൈവമായിട്ട് ബന്ധമില്ല. That's all. സ്പിരിച്വൽ ഡെത്ത്. സ്പിരിച്വൽ ഡെത്ത് എന്ന് പറയുന്നത് ദൈവമായിട്ട് ആത്മാവിന് ബന്ധമില്ലാത്ത അവസ്ഥ. നിങ്ങൾക്കറിയാം, ആത്മാവിൻ്റെ ഒരു പർപ്പസ് നമ്മൾ പഠിക്കുകയുണ്ടായി. ശരീരം, പ്രാണൻ, ദേഹം. ശരീരം, പ്രാണൻ, ആത്മാവ്. ഇതിൻ്റെ 3-നും 3 വിധ പർപ്പസ്, ഡ്യൂട്ടീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുള്ളവർ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്തിനു വേണ്ടിയാ ശരീരം? സെൻസ് കോൺഷ്യസ്. ശരീരം എന്ന് പറയുന്നത് സെൻസ് കോൺഷ്യസ് തരുന്നു. പിന്നീട് പ്രാണൻ എന്ന് പറയുന്നത് സെൽഫ് കോൺഷ്യസ് തരുന്നു. നോട്ട് ചെയ്താട്ടെ പെട്ടെന്ന്. പ്രാണൻ എന്ന് പറയുന്നത് സെൽഫ് കോൺഷ്യസ്, ആത്മാവ് ഗോഡ്സ് കോൺഷ്യസ്. അപ്പോൾ ആത്മാവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തോട് ബോധം കൊടുക്കുവാനാ. എന്നാൽ എപ്പോൾ ദൈവത്തോട് ബോധമില്ലയോ അതിൻ്റെ അർത്ഥം അവനിലെ ആത്മാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടു മാറ്റപ്പെട്ട. അതാണോ സ്പിരിച്വൽ ഡെത്ത്? അതാണ് ആദമിന് സംഭവിച്ചത്. എന്നാൽ ഈ സ്പിരിച്വൽ ഡെത്താണ് മറ്റ് 2 ഡെത്തിനെയും ഉള്ള വഴി തുറന്നു കൊടുക്കുന്നത്. എന്താ രണ്ടാമത്തെ ഡെത്ത്? ഈ സ്പിരിച്വൽ ഡെത്തിൽ മുൻപോട്ട്, ആത്മീയ മരണം പ്രാപിച്ചവർ അങ്ങനെ മുൻപോട്ട് പോയാൽ അവർ രണ്ടാമത് ഇതിലേക്ക് കടക്കും, ശാരീരിക മരണത്തിലേക്ക് കടക്കും. ഇത് രണ്ടും കൂടെ മൂന്നാമത് അവരെ എങ്ങോട്ട് നടത്തും? നിത്യമരണത്തിലേക്ക് നടത്തും. നിത്യമായിരിക്കും മരണം എന്ന് പറയുന്നത് ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗാഡ്. ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗാഡ്. ശാരീരിക മരണം എന്ന് പറയുന്നത് separation of inner man from outer man. Separation of inner man from outer man. ഇതിൽ കൂടെ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ്, മരണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ എൻഡ്, അതൊരവസാനമല്ല. പിന്നെയോ എന്തിനോ പർപ്പസിന് വേണ്ടി വെച്ചിരുന്ന ആ പർപ്പസിൽ നിന്ന് മാറുന്ന ഒരവസ്ഥ മാത്രമാണ് മരണം. അപ്പോൾ മനസ്സിലാക്കണം, ഇവിടെ പറയുന്നത് ഒരിക്കൽ മരിക്കണം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു മരണം സംഭവിച്ചിരിക്കുന്നു. എന്താ എൻ്റെ മരണം സംഭവിച്ചത്? എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രയിൽ ജീവിക്കുന്നു. പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കും നിങ്ങൾക്കും ഒരു മരണം സംഭവിക്കാതെ ഒരു ജീവൻ ഉരുവാകുവാൻ സാധ്യമല്ല. ശ്രദ്ധിക്കണ വേർഡ്. എനിക്കും നിങ്ങൾക്കും ഒരു മരണം സംഭവിക്കാതെ ഒരു ജീവൻ ഉരുവാകുവാൻ സാധ്യമല്ല. എത്രത്തോളം ഞാൻ മരിക്കുന്നുവോ അത്രത്തോളം ജീവൻ വെളിപ്പെടും. നിങ്ങൾക്കറിയാം, ഒരു നെൽവിത്ത് കൊണ്ട് പാകിയാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ, ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ നോക്കാമെങ്കിൽ ആ നെല്ലിൻ്റെ ആ വിത്ത് മണ്ണിൽ പാകിയ ഭാഗത്ത് ചിലതൊക്കെ ദ്രവിച്ചിരിക്കുന്നതായിട്ട് കാണാം. പക്ഷെങ്കിൽ അതോടുകൂടി ഒരു കാര്യം സംഭവിച്ചു, സംതിങ് അതൊന്ന് പൊങ്ങി വന്നു, ഒരു മുള പൊങ്ങി വന്നു. ഒരല്പം കൂടെ കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാൽ ഇവിടെ ആ ഫ്ലഷേ കാണത്തില്ല, പിന്നെ കുറച്ച് വേര് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അതോടുകൂടെ ഇതെന്ത് ചെയ്തു? അത് വളർന്നു. അപ്പോൾ വളരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ആ നെൽവിത്ത് ദ്രവിച്ചതാണ് കാരണം.
ആ നെൽവിത്ത് നെല്ലായിട്ടിരുന്നുവെങ്കിൽ അത് ഒരിക്കലും അത് വളരത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു വളർച്ച ആവശ്യമായിരിക്കുന്നുവെങ്കിൽ ഒരു മരണം സംഭവിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വളർച്ച എന്ന് പറയുന്നത് ഇതിനകത്ത് വച്ചിരിക്കുന്ന ഒരു വിത്തിനെ പോലെ മാത്രം ഇരിക്കുക. ഇരിപ്പുണ്ടെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ദോഷവുമില്ല, യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അതിൽ കൂടെ വേറെ ഫലമുളവാകുവാൻ സാധ്യമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എവിടെയെങ്കിലും ഒരു ജീവൻ പുറപ്പെടുവിക്കണമെങ്കിൽ, എവിടെയെങ്കിലും ഒരു ജീവൻ വെളിപ്പെടണമെങ്കിൽ ഒരു മരണം സംഭവിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ മക്കൾ മരിക്കുന്നതാണ് മറ്റുള്ളവർ ജീവിക്കുവാനായിട്ട് കാരണമായിരിക്കുന്നത്. വെള്ളിയാഴ്ച വന്ന് ആരാധിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഇതിനകത്തിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ആ ദിവസം സെപ്പറേറ്റ് ചെയ്ത് അവരുടെ ഭൗതിക ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവത്തോടുകൂടെ ചേർന്ന് അവർ മരിക്കുവാനായിട്ട് താല്പര്യമെടുത്തതാണോ ആ വിടുതലൊക്കെ അവിടെ നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഷാർജയിൽ പറയുകയുണ്ടായി, പ്രയാസങ്ങൾ കൂടെ, പ്രതികൂലങ്ങൾ കൂടെ, ഭാരങ്ങൾ കൂടെ കടന്നു പോകുന്നവർ ഒന്ന് മനസ്സിലാക്കണം, എനിക്കും നിങ്ങൾക്കും വളരെ അത്യാവശ്യമായിരിക്കുന്നത് ഒരു മരണമാണ് ആവശ്യം. മരണമെന്ന് ഞാൻ പറയുമ്പോൾ ഒരൊറ്റ വേർഡ് ഞാൻ കൂട്ടുകയാണ്, ഒരു സെപ്പറേഷനാണ് ആവശ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങളുടെ നിലവിളിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ട ഒരു വിഷയം ഞാൻ ഓർപ്പിക്കട്ടെ, സെപ്പറേറ്റ് ഫ്രം അതർ പീപ്പിൾ. മറ്റുള്ളവരത് വേർപെടുക, പോയിരുന്ന ദൈവസ്ഥാനത്ത് അത് വാവിട്ട് നിലവിളിക്കുക. യു വിൽ ഹിയർ ദ ലോർഡ്സ് വോയിസ്. എന്താ ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഒരിക്കൽ മരണം എന്നുള്ളത് എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ടവർ മരിച്ചില്ല എങ്കിൽ, അവർക്കൊരു ഫിസിക്കൽ ഡെത്ത് സംഭവിച്ചില്ല എങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു മരണം അവർക്ക് സംഭവിച്ചു. എന്ത് മരണമാണ് അവർക്ക് സംഭവിച്ചത്? മരണത്തിൻ്റെ അനുഭവത്തിൽ കൂടെ അവർ കടന്നുപോയി. മരണത്തിൻ്റെ അനുഭവം അവർക്കുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, എന്നിലും നിങ്ങളിലും ദൈവശക്തി വ്യാപരിക്കണമെങ്കിൽ, എന്നിലും നിങ്ങളിലും ദൈവശക്തി വെളിപ്പെടണമെങ്കിൽ എന്താ ആവശ്യമെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കൊരു മരണമാണ് ആവശ്യം. എത്രത്തോളം ഞാൻ മരിക്കുന്നുവോ അത്രത്തോളം ദൈവശക്തി എന്നിൽ കൂടെ വെളിപ്പെടും. എത്രത്തോളം കുറച്ചേ ഞാൻ മരിക്കുന്നുള്ളോ അത്രത്തോളമേ ദൈവശക്തി എന്നിൽ കൂടെ വെളിപ്പെടുത്തിയുള്ളൂ. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ, എൻ്റെ മരിക്കുക എന്ന് പറയുമ്പോൾ എന്താ വേറെ? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അവൻ തന്നെത്താൻ ഒഴിച്ചു. എന്താ അവൻ ഒഴിച്ചത്? തൻ്റെ സ്വന്തം ഇഷ്ടം മുഴുവൻ ഒഴിച്ചു. എന്നിട്ട് എന്ത് ഏറ്റെടുത്തു? ദൈവത്തിൻ്റെ ഇഷ്ടം താൻ ഏറ്റെടുത്തു. ഇതാണ് വാസ്തവത്തിൽ മരണം എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഡെത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. എന്താ സംഭവിക്കുന്നത്? എൻ്റെ ഇഷ്ടം, ഞാനാകുന്ന ഇഷ്ടത്തെ മരിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ളവർ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എടുക്കപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു മരണം സംഭവിച്ചു. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു മധ്യകാലത്ത് വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, യേശു വിളിക്കുവാൻ പോകുന്ന ഒരൊറ്റ വേർഡ് ഇതാണ്. എന്താ വേർഡ്? 50-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തവരാ? ഒരു യാഗം കഴിച്ചവരാ. എന്ന് പറഞ്ഞാൽ അവർ വെല്ലോ യാഗം കഴിച്ചെന്നല്ല, അവർ സ്വന്തമായിട്ട് തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവരാ. യേശു ക്രിസ്തുവിൻ രക്തത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് നാട് വിട്ട്, കൂട് വിട്ട്, നാമത്തെ കൂട്ടം വിട്ട്, മറ്റുള്ളവരുടെ നിന്ദകൾ, പരിഹാസങ്ങൾ വേണ്ടെന്ന് വെച്ച് വേർപാടിനും വിശുദ്ധിക്കും വേണ്ടി ദൈവവചനം അനുസരിക്കുവാൻ വേണ്ടി ഒരുക്കത്തോടെ നിൽക്കുന്നവരാണ് സ്വർഗ്ഗത്തിൽ കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നില്ല എങ്കിൽ പിന്നീട് യാതൊരു ഗുണവുമില്ല. മരിക്കുന്നവരുടെ പ്രത്യേകത എന്താ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് പറഞ്ഞാലും അതനുസരിക്കുവാൻ അവർക്ക് ഒരുക്കമുണ്ടായിരിക്കും. സ്നാനപ്പെടുവാൻ അവർക്ക് ഒരു താല്പര്യമുണ്ടായിരിക്കും. ദൈവത്തിന് വിട് വേർപെട്ട് നിൽക്കുവാൻ താല്പര്യമുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ അവർക്കൊരു താല്പര്യമുണ്ടായിരിക്കും. ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു മരണം, എത്രത്തോളം മരണം സംഭവിച്ചിട്ടുണ്ട് അത്രത്തോളം മാത്രമേ ദൈവത്തിൻ്റെ കരങ്ങൾ ഞാനും നിങ്ങളും അനുഭവിക്കുകയുള്ളൂ. വേദപുസ്തകം എന്ത് പറയുന്നു? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ഒരിക്കൽ മരിക്കണം. പക്ഷേ ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇവർക്ക് ഓൾറെഡി ഒരു സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ചതായതുകൊണ്ട് അവർ മരണത്തിൻ്റെ വേദന എന്തെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇന്ന് വിശുദ്ധന്മാർ, കർത്താവിൻ്റെ വരവെങ്കിൽ ഉള്ളവർ, അവർ മരിക്കാതെ എടുക്കപ്പെടുവാൻ കാരണം. അതിൻ്റെ അർത്ഥം അവർക്കൊരു മരണം നടന്നിട്ടില്ലെന്നല്ല, അവർക്കും ഓൾറെഡി എന്ത് നടന്നു? അവരുടെ ഉള്ളിൽ മരണം സംഭവിച്ചു. എന്നാൽ ഈ മരണത്തിന് ശേഷം എന്താ? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും
പിന്നെ ന്യായവിധി. രണ്ടാമത് ദൈവം വെച്ചിരിക്കുന്ന ന്യായവിധിയാണ്. ഇതിനകത്ത് വേറെ ഒരു മാർഗവുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മരിച്ചു കഴിഞ്ഞ് രക്ഷപ്പെടുത്തുവാൻ യാതൊരു കർമ്മം കൊണ്ട് സാധ്യമല്ല. മരിച്ചു കഴിഞ്ഞ് രക്ഷപ്പെടുത്തുവാൻ എന്തെല്ലാം പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് സാധ്യമല്ല. പ്രിയ സഹോദര, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനോ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസന മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഞാൻ ചെയ്തതിനനുസരണമായിട്ട് ഞാൻ പ്രാപിക്കും. ഞാൻ എന്താ ഞാൻ ചെയ്തതോ അതിനനുസരണമായിട്ട് ഞാൻ പ്രാപിക്കും. എൻ്റെ മക്കളോ കൊച്ചുമക്കളോ പോയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള കൂദാശ നടത്തിയാൽ എന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്നോ ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ഒറ്റ വിഷയമേ ഉള്ളൂ, മരണം കഴിഞ്ഞോ പിന്നെ നിനക്ക് ന്യായവിധിയുള്ളൂ. മരണം കഴിഞ്ഞുവെങ്കിൽ പിന്നീട് നിനക്കൊരു യു ആർ വെയിറ്റിംഗ് ഫോർ എ ജഡ്ജ്മെന്റ്. നിങ്ങൾ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാ കാത്തു നിൽക്കുന്നത്? ഒരു ന്യായവിധിക്ക് വേണ്ടി, ഒരു ജഡ്ജിനു വേണ്ടി. ആ ജഡ്ജ്മെൻറ്റ് എന്നത്തേക്കുള്ളതാ നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ലോകത്തിൽ ജീവിച്ചപ്പോൾ ചുരുങ്ങിയ കാലങ്ങൾ 70, 80, 100 വർഷങ്ങൾ അല്ലെങ്കിൽ 120 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ചെയ്തതിനനുസരണമായിട്ടുള്ള ഒരു പ്രതിഫലം തരുവാനാണോ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുന്നത്? നിങ്ങൾക്കറിയാം, ദൈവമക്കൾക്ക് ന്യായാസനം എന്ന് പറയുന്നത് പ്രതിഫലത്തിൻ്റെ സ്ഥലമായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക്, ദൈവത്തെ അറിയാത്തവർക്ക്, ഞാൻ ദുഷ്ടന്മാരെന്ന വേർഡ് ഞാൻ ഉപയോഗിക്കുന്നില്ലേ, ഞാൻ ഉപയോഗിക്കുന്ന വേർഡ് ഇതാണോ, ദൈവത്തെ അറിയാത്തവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്ക് ദൈവം വെച്ചിരിക്കുന്നത് നിത്യമായിരിക്കുന്ന ഒരു മരണം. ഈ ലോകത്തിലെ പുണ്യപ്രവൃത്തി ഒന്നും ദൈവം അവിടെ കണക്കിടുന്നില്ല. ഈ ലോകത്തിലെ നല്ല കാര്യങ്ങളൊന്നും ദൈവം അവിടെ കണക്കിടുന്നില്ല. കാരണം ദൈവം നോക്കുന്ന ഒറ്റ കാര്യമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ ഒരു പുസ്തകമുണ്ട്. വേദപുസ്തകം ഇപ്രകാരം, വെളിപ്പാട് പുസ്തകം 20-ാമത്തെ ഇപ്രകാരം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പയിലേക്ക് തള്ളിയിട്ട്. ഒറ്റ നോട്ടമേ ഉള്ളൂ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുണ്ടോ? ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണമെങ്കിൽ ഈ ലോകത്തിലൊരു മരണം സംഭവിച്ചോ ഒരു ജീവൻ അവക്കുണ്ടായിരിക്കണം. അല്ലാത്തടത്തോളം കാലം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുകയില്ല. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നില്ല എങ്കിൽ ഈ ലോകത്ത് ഈ നിത്യജീവനിലേക്ക് കടക്കുവാനായിട്ട് സാധ്യമല്ല. ഒരുപക്ഷെ പറയുമായിരിക്കും, ഞാൻ മാന്യനായിരിക്കുന്ന ക്രിസ്ത്യാനിയാണെന്ന്. പ്രിയപ്പെട്ട, ഇതൊക്കെ നല്ല കാര്യമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം. ഒന്നുകിൽ ശവപ്പെട്ടിയിൽ ബോഡി കൊണ്ട് വെച്ചിട്ട് ആരെങ്കിലും 10 ദൈവദാസന്മാർ നിൽക്കുമ്പോൾ പുകഴ്ത്തി പറയുവാൻ ചിലതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അത് മനസ്സിലാക്കണം, ഈ ശവപ്പെട്ടിയോടുകൂടി ആ വാക്കുകൾ പരിപൂർണമായിട്ട് അവസാനിക്കുക. ഇതിനൊന്നിനും ഒരു വിലയില്ല. ഏതെല്ലാം മനുഷ്യർ എത്രമാത്രം പൊങ്ങച്ചം പറഞ്ഞാലും എത്രമാത്രം പുകഴ്ത്തി പറഞ്ഞാലും അതെല്ലാം ഈ ലോകത്തിൽ മാത്രമേ കിടക്കത്തുള്ളൂ. നിലനിൽക്കുന്ന ഒറ്റയൊരാളുടെ ജഡ്ജ്മെൻറ്റേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡ്ജ്മെൻറ്റ് മാത്രം. എന്താ വിഷയം? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 2 വിഷയങ്ങൾ കൂടെ മനുഷ്യൻ്റെ 2 ഏറ, ഒന്നിൻ്റെ അവസാനം മറ്റൊന്നിൻ്റെ തുടക്കമാണ്. എന്തുവാ? ഒരിക്കൽ മരിക്കുകയും അതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ ലോകത്തിൽ അവന് വേണ്ടി, അവൻ്റെ ഭാവിക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം, അവൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ തക്കവണ്ണം എന്തെല്ലാം ചെയ്യുവാൻ സാധിക്കുമായിരുന്നുവോ അതിനുള്ള സമയങ്ങളും അവസരങ്ങളും മുഴുവൻ പുള്ളി നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ മുഴുവൻ അവർ ഉപയോഗിച്ചു. ഒന്നുകിൽ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ അടുത്ത കൂട്ടം ഉപയോഗിച്ചു. പക്ഷേ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതോടുകൂടെ അവരുടെ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചു. പിന്നൊന്ന് തുടങ്ങുക. എന്തുവാ തുടങ്ങുക? ന്യായവിധി തുടങ്ങുക. ന്യായവിധി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ നിത്യത അവിടെ തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ വെച്ചോ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഒരാത്മാവ് മാറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശാരീരികമായിരിക്കുന്ന മരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവൻ്റെ നിത്യത അതോടുകൂടെ തുടങ്ങി. പിന്നീട് നിത്യതയ്ക്ക് വേണ്ടി കാലങ്ങൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. എന്താണ് അവൻ്റെ നിത്യത, എവിടെയായിരിക്കും എന്നുള്ളതോ വ്യക്തമായിട്ട് അവർക്കറിയാം. കാരണം മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നോ അവരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അല്ല ദൈവത്തിനെ അറിയാതെ ജീവിച്ചവരാണെങ്കിൽ പിശാചിന്റെ ദൂതന്മാർ വന്നോ അവരെ പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ തുടങ്ങി ഇറ്റേണിറ്റി. ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലം എനിക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു കാലങ്ങളാണ്. എനിക്കും നിങ്ങൾക്ക് ചിലത് ചെയ്യുവാൻ പറ്റുന്ന കാലങ്ങളാണ്. ഇവിടുന്ന് ഞാൻ നിങ്ങൾ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ദാസൻ ഇയ്യോബ് ഇപ്രകാരം പറഞ്ഞു, അതെ, ആത്മാവിനെ തടുക്കുവാൻ തക്കവണ്ണം ആത്മാവിന്മേൽ അധികാരമുള്ളവനാ. സഭാപ്രസംഗി ശലോമോൻ രാജാവ് ഇപ്രകാരം വെളിപ്പെടുത്തി, മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനാ. ആർക്കാണ് അവരുടെ മരണത്തെ മാറ്റിവെക്കുവാൻ സാധിക്കുന്നത്?
ഒരു മനുഷ്യനും അത് മാറ്റിവെക്കുവാൻ സാധ്യമല്ല. ദൈവം ചിലത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ചിലത് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു മുൻ നിയമനം ഉണ്ടെങ്കിൽ അതിനപ്പുറത്തോട് ഒരു ദിവസം പോലും കടന്നു പോകുവാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. എന്നാൽ എന്താ ഇവിടുത്തെ വിഷയം? ദൈവത്തിൻ്റെ ഈ ലോകത്തിൽ സകല മാനവജാതിക്കും രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഒരിക്കൽ മരണമെന്ന് പറയുന്നതും രണ്ട്, ന്യായവിധി എന്ന് പറയുന്നതും. ഇത് മനുഷ്യന് വേണ്ടി ദൈവം വെച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് യേശുവിന് വേണ്ടി രണ്ട് കാര്യം ദൈവം വെച്ചിട്ടുണ്ട്, രണ്ട് കാര്യം യേശുവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനകത്തെ വളരെ ഇമ്പോർട്ടൻസ്. വായിച്ചോട്ട് 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ട്. വേഴ്സ് 28. ക്രിസ്തുവും അങ്ങനെ തന്നെ. മതി, ക്രിസ്തുവും അങ്ങനെ തന്നെ. മനുഷ്യനൊരു നിയമം വെച്ചിരിക്കുന്ന പോലെ ദൈവം മുന്നമേ നിയമിച്ചതാണോ, ദൈവം മുന്നമേ നിശ്ചയിച്ചതാണോ, ആ നിശ്ചയത്തിന് മാറ്റം വരുവാൻ സാധ്യമാകാതെ അക്ഷരികമായിട്ട് അത് നിവർത്തിക്കപ്പെടുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ക്രിസ്തുവും അങ്ങനെ തന്നെ, ക്രിസ്തുവും അങ്ങനെ തന്നെ. എന്നാൽ മനുഷ്യനും കർത്താവ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മനുഷ്യനും കർത്താവ് തമ്മിലുള്ള വ്യത്യാസമാണോ താഴോട്ട് പറയുവാൻ പോകുന്നത്? മനുഷ്യൻ മരിക്കുന്നത് അവൻ്റെ പാപത്തിന് വേണ്ടിയാകുന്നുവെങ്കിൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നുണ്ട്, എന്നാൽ തൻ്റെ പാപത്തിന് വേണ്ടിയല്ല മരിക്കുന്നത്. ഇവിടെ പറയപ്പെടുന്ന വേടിപ്രകാരമാണോ? എന്താ? ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അപ്പോൾ അനേകരുടെ പാപങ്ങളെ യേശു ചുമന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ ഈ വാക്ക് നമ്മൾ ആവർത്തിക്കുകയുണ്ടായി. പാപങ്ങളെ ചുമന്നു, പാപങ്ങളെ അങ്ങ് ചുമന്നു എന്ന് പറഞ്ഞാൽ പാപം നാം ചുമക്കേണ്ട ഒരാവശ്യവുമില്ലെന്നോ. കർത്താവായ യേശു ക്രിസ്തു പാപങ്ങൾ മുഴുവൻ ചുമന്നു എന്ന് പറഞ്ഞാൽ എന്നെ പാപത്തിൽ വിമുക്തനാക്കി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആ വിടുതൽ ഏറ്റെടുക്കാത്തതിന് കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ലോകത്തെ ജയിക്കാഞ്ഞെന്നറിയാമോ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമായി എനിക്ക് ഏറ്റെടുക്കുവാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ അനുഗ്രഹം എനിക്കവിടെ മുടങ്ങിക്കിടക്കുക, എൻ്റെ നന്മ അവിടെ മുടങ്ങിക്കിടക്കുക. ക്രിസ്തുവും അങ്ങനെ തന്നെ, കർത്താവായ യേശു ക്രിസ്തുവും അങ്ങനെ തന്നെ എന്ത് ചെയ്തു? യേശു മരിച്ചു. സാധാരണപ്പെട്ട മനുഷ്യൻ മരിക്കുന്ന പോലെ അല്ല യേശു മരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ മരിച്ചതുപോലെ യേശു മരിച്ചു. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത അനേകരുടെ പാപങ്ങളെ ചുമപ്പാനാണ് കർത്താവ് മരിച്ചത്. അനേകരുടെ പാപങ്ങളെ യേശു ചുമന്നു. ലോകത്തിൻ്റെ മാനവജാതിയുടെ പാപങ്ങളെ കർത്താവ് ചുമന്നു. കർത്താവ് അത് ചുമലിൽ വഹിച്ചു. നിങ്ങൾ മനസ്സിലാക്കണമേ, അരുമരക്ഷിതാവായ യേശു എൻ്റെ പാപങ്ങളെ ചുമന്നത് കൊണ്ട് ഞാൻ നിങ്ങൾ പാപങ്ങൾ ചുമക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം ആവശ്യമാണ്. ദൈവം വെച്ച വ്യവസ്ഥയിൽ കൂടെ ഒരു മനുഷ്യൻ മരിക്കേണ്ടത് ദൈവത്തിൻ്റെ വ്യവസ്ഥയായിരിക്കുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷെ മരിച്ചത് പർപ്പസ് മാറ്റമാണ്. നമ്മൾ മരിക്കുന്നത് നമ്മുടെ പാപത്തിന് വേണ്ടി മരിക്കുമ്പോൾ യേശു ക്രിസ്തു മരിച്ചത് നമ്മുടെ പാപം ചുമന്ന് മരിക്കുന്നു. അതോടൊപ്പം തന്നെ അത് മാത്രമാണോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത? ഒരു മനുഷ്യന് ഒരു മരണം സംഭവിച്ചു, പിന്നീട് അവർക്കൊരു ന്യായവിധിയുണ്ട്. ന്യായവിധി ഉണ്ടെങ്കിൽ എന്തു വേണം? അവർ വീണ്ടും ഒന്ന് പ്രത്യക്ഷപ്പെടണം എന്ന് പറഞ്ഞ പോലെ കർത്താവായ യേശു ക്രിസ്തുവും വീണ്ടും പ്രത്യക്ഷനാകുവാൻ പോകുക. യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യക്ഷതയുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ഒരു പർപ്പസിന് വേണ്ടിയാ. യേശുവിൻ്റെ പ്രത്യക്ഷതയുടെ പർപ്പസ് എന്ന് പറയുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, പാപം ചുമന്ന് കർത്താവ് ക്രൂശിൽ കയറി. എന്നാൽ ഇപ്പോഴത്തെ വിഷയം അതല്ല, പാപം ചുമക്കുന്നുവെന്നല്ല, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. നിങ്ങൾ മനസ്സിലാക്കണം, എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ പഠിക്കുവാൻ പോകുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ ഈ വിഷയം പഠിക്കും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷ, കാത്തു നിൽക്കുന്ന ഒരു ഗണം, കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, വേർഡ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഈഗർനെസ് അതിനകത്ത് കാണുവാൻ സാധിക്കും. എന്തിനാ? കർത്താവിൻ്റെ വരവ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി അവരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി അവരെ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ മക്കൾക്ക് പറയുവാൻ ഒന്നുണ്ട്, കർത്താവേ, നീ വന്നല്ലാതെ എൻ്റെ ആദ്യം തീരുകയില്ല, നീ വന്നല്ലാതെ എൻ്റെ കണ്ണുനീർ തീരുകയില്ല. ഇന്നലെ കണ്ണുനീരുണ്ടായിരുന്നു,
ആ കണ്ണുനീര് ഇന്നലെ ദൈവസന്നിധാനത്തിൽ കൊണ്ട് നിലവിളിച്ചു, ദൈവം അതിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് അടുത്ത കണ്ണുനീര്, ഇന്നത്തെ കണ്ണുനീര് ഇന്ന് ദൈവസന്നിധി കൊണ്ട് വെക്കുമ്പോൾ ദൈവം ഇന്ന് എനിക്ക് ഉത്തരം തരുന്നു. അതിൻ്റെ അർത്ഥം അതുകൊണ്ട് സ്റ്റോപ്പായെന്നല്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആ ഓരോ കഷ്ടതകളും ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരു പ്രമോഷനും കൂടെയാണ്. അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി വരുത്തുന്നതായിരിക്കുന്ന മാർഗങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ചിലപ്പോൾ അതിൻ്റെ സിവിയർനെസ് അല്പം കൂടിയെന്നിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, എത്രമാത്രം സിവിയർ ആയിക്കൊള്ളട്ടെ, വിടുതൽ നിശ്ചയമാണ്. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ വിടുതൽ തരാത്ത ഒരു വിഷയം പോലുമില്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അസാധ്യമായ ഒരു വിഷയം പോലും ദൈവത്തിനില്ല. ദൈവത്തിന് സകലതും പ്രവർത്തിപ്പാൻ സാധ്യമാണ്. പക്ഷെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടത എന്ന് പറയുന്നത്, വീണ്ടും വീണ്ടും പാപം ചെയ്തിട്ട് ഞാൻ അനുഭവിക്കുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിൽ കൂടെ അനുഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കഷ്ടതയാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അവൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ആ വേദന ഞാൻ വഹിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2 വരവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകും. നിങ്ങൾക്കറിയാം യേശു എന്നാ പ്രത്യക്ഷനാകാൻ പോകുന്നത്. വേദപുസ്തകം പറയുന്നു, കർത്താവായ യേശു പ്രത്യക്ഷനാകുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച മുമ്പ് ഉയർത്തുന്നതിൽ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അതാണ് ഒരു വരവ്. പക്ഷേ ഇതുകൊണ്ട് മാത്രമായില്ല. ഇവിടെ കാരണം മാനവജാതിയെക്കുറിച്ച് പറയുകയാണ്, ഒരിക്കൽ മരിക്കും പിന്നെ ന്യായവിധി. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ 2ാമത്തെ ആമുഖം എപ്പോൾ വരുന്നു? നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ഒലിവുമലയിൽ വരുന്നു. എന്തിനാ യേശു വരുന്നത്? ഒരു ന്യായവിധി നടത്തുക. പക്ഷേ ഇപ്പോൾ ഇനി അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന വരവെന്ന് പറയുന്നത്, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷത. ഒരു കൂട്ടം ജനം കാത്തു നിൽക്കുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ വേർഡ് ഞാൻ വീണ്ടും ഒന്ന് ആവർത്തിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരാകാംക്ഷ, ഉള്ളിലൊരു കത്തൽ നമ്മുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചോണം. നാം ദൈവമക്കൾ എന്നുള്ളതിന് വ്യക്തമായിരിക്കുന്ന തെളിവായിരിക്കും അത്. കാലങ്ങൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ എന്തു വരുന്നോ, സ്വാഭാവികമായിട്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ഇതെല്ലാം വിട്ടുപോകുന്നു. മറ്റുള്ള കാര്യങ്ങളുടെ പിന്നിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നു. എന്ത് വരുന്നു? പലപ്പോഴും ദൈവം വെച്ചായിരിക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് പലപ്പോഴും മാറ്റപ്പെടുന്നു. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, എന്നാൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു മിസ്സിങ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ അരുമനാഥനാകുന്ന യേശു അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, കർത്താവായ യേശു വരിക തന്നെ ചെയ്യും. തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ എന്ത് സംഭവിക്കുക. ഇവിടെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടെ 2 യുഗം തുടങ്ങിയ. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു എന്ത് സംഭവിച്ചു? അവൻ വന്നു, മരിച്ചു. യേശു ക്രിസ്തു മരിച്ചു. എന്തിനു വേണ്ടി മരിച്ചു? പാപം ചുമന്നു യേശു മരിച്ചു. അത് ഇന്ന് ഒരു സംഭവമായി മാറി, ഇല്ലേ? ഇന്ന് വർഷത്തിൻ്റെ കണക്ക് പറയുന്നുവെങ്കിലും ഇന്നൊരു ചരിത്ര സംഭവമായി മാറ്റത്തക്കവണ്ണം കർത്താവിൻ്റെ വരവ് അതൊരു വലിയ വിഷയമായിരുന്നുവെങ്കിൽ ദൈവമക്കൾ മനസ്സിലാക്കിക്കോണം, അടുത്ത വരവും ഒരു മഹാസംഭവം തന്നെയായിരിക്കും. കർത്താവിൻ്റെ 2ാമത്തെ വരവ് ഒരു മഹാസംഭവമാണ്. എങ്ങനെയാണ് പറയുവാൻ സാധിക്കുന്നത്? കർത്താവിൻ്റെ വരവ് ഒരു സംഭവം തന്നെ. കർത്താവിൻ്റെ വരവ് ഒരു മഹാചരിത്രമായിട്ട് അത് മാറ്റപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവമക്കൾ കർത്താവിൻ്റെ വരവേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ആമേൻ കർത്താവേ നീ വേഗം വരണമെന്ന് വിളിക്കുന്നു. ആ സമയത്ത് യേശു ക്രിസ്തു കടന്നു വരുന്നുവെങ്കിൽ ദൈവമക്കൾ മനസ്സിലാക്കണേ, അതോടുകൂടി എന്ത് സംഭവിച്ചിരിക്കുന്നു? ഒരു പുതിയ ഒരു സംഭവത്തിന് വഴി തുറക്കപ്പെടുകയാണ്. എന്താ സംഭവിക്കുന്നറിയാമോ? ഈ ലോകം ഇതുവരെ ന്യായവിധി നടത്തുവാൻ സാധിക്കാതെ സ്വർഗത്തിലെ ദൈവമായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവോടുകൂടെ സഭ എടുക്കപ്പെടുന്നതോടുകൂടെ ലോകത്തിന് ന്യായവിധി സ്വർഗം തുടങ്ങുവാൻ പോകുകയാണ്. ഇപ്പോൾ ദൈവം അയക്കുന്ന ന്യായവിധി എന്ന് പറയുന്നത് ചില സ്ഥലത്തേക്ക് ചിലക്ക് മാത്രമാണ് അയക്കുന്നത്. എന്നാൽ അന്നതല്ല.
സ്വർഗത്തിൽ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകവും ആ പുസ്തകം തുറപ്പാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യവും ആ ചോദ്യത്തിന് മുമ്പിൽ പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായിരിക്കുന്നു ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ആ പുസ്തകം കൊടുക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ മുദ്ര തുറക്കുന്നതിനനുസൃതമായിട്ട് ഭൂമിയിൽ ജഡ്ജ്മെൻറ്റ് കടന്നു വരികയാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് ഹിസ്റ്ററി. കർത്താവിൻ്റെ വരവ് നിങ്ങൾക്കറിയാം. ഈ ലോകത്തിൽ ദൈവമക്കൾ കർത്താവ് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി ദൈവം കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ ചരിത്ര സംഭവമാണ്. പലർക്കും പലതുകൊണ്ട് മൂടിവെക്കുവാൻ സാധിക്കും. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, അത് മൂടിവെക്കുവാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കാരണം ഈ ലോകത്തിൽ നിന്ന് നിമിഷം കൊണ്ടായിരിക്കും ദൈവമക്കൾ രൂപാന്തരപ്പെട്ട് മാറ്റപ്പെടുന്നത്. ഇതെല്ലാം എപ്പോൾ സംഭവിക്കും? കണ്ണുവെക്കുന്നതിനിടയിൽ. നിങ്ങൾ മനസ്സിലാക്കിയോണം, കണ്ണിമയ്ക്കുന്ന ലോകം മുഴുവൻ, ഈ ലോകം മുഴുവനുള്ള സകല ജനത്തിൻ്റെ ജീവിതത്തിലും ഒരു നിമിഷം കൊണ്ട്, കണ്ണിമയ്ക്കുന്ന നിമിഷം കൊണ്ട് ഒരു രൂപാന്തരം നടന്ന് അവർ കർത്താവിനോടുകൂടെ പോകുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരിടത്ത് രാത്രിയായിരിക്കാം, ഒരിടത്ത് പകലായിരിക്കാം, ഒരിടത്ത് നട്ടുച്ചയായിരിക്കാം. സമയങ്ങൾ വ്യത്യാസമുണ്ട്. എന്നാൽ ഒരു കാര്യമുണ്ട്, പലരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് നടുവിലായിരിക്കാം കർത്താവിൻ്റെ കടന്നു വരുന്ന വരവ്. ആ വരവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ചിലതെല്ലാം ഈ ലോകത്തിലെ പണിയെല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ട് പോയി മെയിൻ സ്വിച്ചും ഓഫ് ചെയ്തിട്ട് നാട്ടിൽ പോകുന്ന പോലെ പോകാൻ പോയി കാത്തിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് വന്നാൽ ഉടനെ എടുക്കപ്പെടുക, ബാക്കിയുള്ളതെല്ലാം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. വണ്ടി ഓടിക്കുന്നവർ വണ്ടി അങ്ങോട്ട് സൈഡിൽ മാറ്റിയിട്ട് കർത്താവെ ഞാൻ വരാമെന്ന് പറയാൻ പറ്റത്തില്ല. വണ്ടി ഓടിക്കുന്നവർ മധ്യത്തിൽ കണ്ണടയ്ക്കുന്നില്ല, അവരങ്ങ് എടുക്കപ്പെടുക. ഈ വണ്ടി എവിടെ പോയി ഇടിക്കുന്ന ആർക്കും അറിയത്തില്ല. ലോകത്തിലൊരു മഹാസംഭവമായിട്ട് അത് മാറ്റപ്പെടുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ വരവ്, രണ്ടാമത്തെ വരവ്, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വരവ്. ഒന്നാമത്തെ വരവ് ഒരു ചരിത്ര സംഭവമായി മാറ്റിയെങ്കിൽ രണ്ടാമത്തെ വരവും ഒരു ചരിത്ര സംഭവമായിരിക്കും. ഞാൻ പറഞ്ഞ ഈ ലോകത്തിൽ അന്ന് വെളിപ്പെടുവാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതൊന്നുമില്ല. അതിനുശേഷം കടന്നു വരുവാൻ പോകുന്ന ചില പ്രയാസങ്ങളും ഭാരങ്ങളും ന്യായവിധിയെക്കുറിച്ച് നോക്കിയാൽ അവിടെയാണ് അതിൻ്റെ തീഷ്ണത വെളിപ്പെടുവാനിട. അതാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്തിൽ മുദ്രയിടപ്പെട്ട പുസ്തകം മുദ്രയിട്ട് തുറക്കപ്പെടുമ്പോൾ ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന വ്യത്യസ്തമായിരിക്കുന്ന ബാധകൾ. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ്. എല്ലാ മനുഷ്യർക്കും ഒരു മരണം സംഭവിക്കുന്ന പോലെ തന്നെ അവന് ന്യായവിധി ഉണ്ട് എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാകുന്നുവെങ്കിൽ അതുപോലെ തന്നെ കർത്താവായ യേശുവിന് മരണമുണ്ടായിരുന്നു, അവന് വീണ്ടും ഒരു പ്രത്യക്ഷത ഉണ്ടായിരുന്നു. അതും ഒരു ചരിത്ര സംഭവം. മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ മരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. മനുഷ്യൻ പ്രത്യക്ഷം ന്യായവിധിക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. കാരണം അവൻ്റെ 2 യുഗങ്ങളെ അവിടെ തുടങ്ങുക. ഒന്ന്, ഈ ലോകത്തിലെ തൻ്റെ ജീവിതം അവിടെ വെച്ച് അവസാനിച്ചു, താൻ സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ അടുത്തത് ഒരു നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു യുഗം തുറക്കപ്പെടുക. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണെങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ദൈവം നമുക്ക് ഇന്ന് കൃപ നൽകി, ദൈവം നമുക്ക് ഇത്രത്തോളം സാവകാശം തന്നു ചിന്തിക്കുവാനും ചിന്തിപ്പിക്കുവാനും ദൈവം തൻ്റെ മക്കളെ എഴുന്നേൽപ്പിച്ച് ചിന്തിക്കുവാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നു. നാം ചിന്തയോടുകൂടി ഇരിക്കുമ്പോൾ സകലത്തെക്കാൾ ഉപരിയായിട്ട് ഒരിക്കലും വിട്ടുമാകാത്ത ദൈവത്തിൻ്റെ വചനം നമ്മുടെ കരങ്ങൾ തന്നിരിക്കുമ്പോൾ, കൺഫേം ചെയ്തിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വേണ്ടത് ഈ സമയം തക്കത്തെ വിനിയോഗിക്കുക. നാളെ ഒരവസരം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. നാളത്തെ ദിവസം നമുക്കുള്ളതെന്ന് പറയുവാൻ സാധ്യമല്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടോ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ പ്രവർത്തിക്കുന്നതിനോ അത് ദൈവം നിശ്ചയിച്ച പോലെ സംഭവിക്കുമെങ്കിൽ ഞാൻ നിങ്ങളും അതിനുവേണ്ടി ഒരുക്കപ്പെടേണ്ടത് വളരെ ആവശ്യം. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടച്ചാട്ട്, എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്, കർത്താവിൻ്റെ വിശുദ്ധ മുഖത്തെ കണ്ണുകൾ തിരിച്ചാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി മരണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ മക്കളെ നാളുകളായി ദൈവത്തിൻ്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ശാന്തമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ വാസ്തവമായിട്ട് ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. എത്രത്തോളം ഞാൻ മരിക്കപ്പെടുവാൻ കാരണമായി തീർന്നിട്ടുണ്ട്, എത്രത്തോളം ജീവനിൽ കൂടെ വെളിപ്പെടുത്തുവാൻ കാരണമാകുന്നു. എൻ്റെ ദൈവമേ, ഈ നാളുകളിൽ മരിക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമേ. ദൈവത്തോട് പ്രാർത്ഥന, എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട്